മനസ്സിലായോ? കാരണം പെൺവീട്ടുകാർക്ക് അങ്ങനത്തെ ഒരു പ്രവണത വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ വീഡിയോ കട്ട്, പക്ഷെ ഫോട്ടോ പബ്ലിഷ് ചെയ്യും. വീഡിയോ പബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പോലും ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിലും എന്താ പറയാ പേപ്പറിൽ വരെ ഫോട്ടോ ഉണ്ടാവും. ഞാൻ കിട്ടുന്നു പബ്ലിഷ് അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ അത് വേണ്ടല്ലോ. ആ ഒരു പെണ്ണിന്റെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ വേണ്ട, നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യണ്ടേ? അതാ പറയാ അങ്ങനത്തെ സോഷ്യൽ മീഡിയയിൽ വലിച്ച് ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കാൻ താല്പര്യമില്ലാത്തൊരു ഫാമിലി ആണെങ്കിൽ പിന്നെ അതിന് ഇപ്പൊ ഒരുപാട് പേര് കണ്ട് ചോദിക്കുന്നുണ്ട്, എങ്കൊരു കല്യാണത്തിന്റെ എങ്കൊരു വരുമ്പോൾ പോലും ഇങ്ങനത്തെ ഒരു സംഭവം സോഷ്യൽ മീഡിയ അറ്റൻഷനിൽ നിൽക്കുന്ന ഒരു സെലിബ്രിറ്റി ഇമേജ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സെലിബ്രിറ്റികളിലൂടെ എപ്പോഴും നടക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു പേര് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തത്. മനസ്സിലായ? കാരണം സെലിബ്രിറ്റീസിന്റെ ഒരുപാട് ഫംഗ്ഷനിൽ ഞാൻ പോകുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു എന്താ പറയാ ഫെയിമിൽ നിൽക്കുന്ന വ്യക്തി എന്ന നിലയിൽ മെയിൻ ഒറിജിനൽ കല്യാണം വരുമ്പോൾ ഒരിക്കലും അവർക്ക് താല്പര്യമില്ലെങ്കിൽ, അവർക്ക് ഓക്കെ ആണെങ്കിൽ എഗ്രിമെന്റ് രീതിയിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. കാരണം നമുക്ക് നാളെ ഒരു പരാതി വരരുത്. ശ്രീലക്ഷ്മി ഒരിക്കലും പരാതിപ്പെടില്ല. കാരണം നമുക്ക് ഓൾറെഡി അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഇത് ഇങ്ങനത്തെ ഒരു സംഭവമാണെന്ന്. മറ്റുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ, ഒറിജിനൽ കല്യാണത്തേക്ക് വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും അറിയാമെങ്കിൽ പോലും, രണ്ടുപേർക്കും വീട്ടുകാർക്കും അറിയാമെങ്കിൽ പോലും ലാസ്റ്റ് ഒരു ട്രാപ്പ് വരരുത്. അതാണ് ഞാൻ പറഞ്ഞ എഗ്രിമെന്റ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ ഇങ്ങനെ വീഡിയോ ചെയ്ത് പബ്ലിഷ് ചെയ്യുകൊണ്ട് വീട്ടുകാർക്കും ബന്ധുക്കൾക്കും പ്രശ്നമില്ല എന്നൊരു നോട്ട് ചെയ്ത് മേടിക്കും. എന്നിട്ടേ നമ്മൾ ആ വീഡിയോ പബ്ലിഷ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നാളെ ഒരു പണി കിട്ടുമെന്ന് എനിക്കറിയാം. ബുദ്ധിയില്ലാത്ത ആളല്ല. അല്ലെങ്കിൽ വേണ്ട, ഈ എഗ്രിമെന്റ് ചെയ്യാൻ താല്പര്യം അല്ലെങ്കിൽ വീഡിയോ പബ്ലിഷ് ചെയ്യേണ്ട. മനോരമ പേപ്പറിന്റെ ഫ്രണ്ട് പേജിൽ ഫോട്ടോ വേണം. മനസ്സിലായോ? കാരണം സമൂഹ മാധ്യമങ്ങളിൽ ഇത്രയും എൻ്റെ കല്യാണം ചർച്ചയാവുന്നുണ്ട്. എനിക്ക് പെണ്ണ് കെട്ടില്ല എന്ന് ചർച്ചയാവില്ല എന്ന് ചർച്ച വരുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് മനോരമ പേപ്പറിന്റെ ഫ്രണ്ട് പേജിൽ ന്യൂസ് വാല്യൂ കൊടുക്കണം. അത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ല ശ്രീധരൊന്നും ഞാൻ ചോദിക്കൂല. വേണ്ട, ശ്രീധരൻ ഞാൻ ചോദിക്കില്ല. മനോരമ പേപ്പറിന്റെ ഫ്രണ്ട് പേജിൽ വാർത്ത എല്ലാ പേപ്പറിന്റെ വേണമെങ്കിൽ, അല്ലെങ്കിൽ മനോരമ പേപ്പറിന് മാത്രം. ഇഷ്ടം കൂടുതലാണ്. അല്ലെങ്കിൽ എന്റെ കുറച്ച് വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. മനോരമ ഞാൻ എന്റെ ആഡ് കൊടുത്തിരുന്നു, കല്യാണ പരസ്യം കൊടുത്തിരുന്നു. വധുവിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് ഒരുപാട് ഇപ്പൊ എൻക്വയറി വന്നു. പക്ഷെ അതിനകത്ത് ഒരുപാട് തെറിവിളികൾ കേട്ടു ഞാൻ. അത് പിന്നെ അത് പരിഹാസം എന്ന് പറഞ്ഞാൽ പെൺകുട്ടി ഇരിക്കുന്നോണ്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു നമ്മളെ തെറിയുടെ അഭിഷേകമായിരുന്നു. ആദ്യം മാന്യമായിട്ടൊരു പെൺകുട്ടി വിളിക്കുക, അതല്ല ഞാൻ പറഞ്ഞിട്ട് അല്ലല്ല ഞാൻ പറയാം. അവനൊരു പെണ്ണുങ്ങൾ വിളിക്കാറുണ്ട്, പക്ഷെ ആ രീതി പെണ്ണുങ്ങൾ ഇതിനുമായിട്ട് വിളിക്കാറില്ല, ആണുങ്ങളെ തെറി വിളിക്കുന്നത്. ഞാൻ പറഞ്ഞത് എന്നൊക്കെ ഒരു പെൺകുട്ടി വിളിക്കും, ഇന്നാള് ചേച്ചിയാണ്, അനിയത്തിക്ക് വേണ്ടിയാണ് പ്രപ്പോസൽ നോക്കുന്നത്, അലി ജോസ് പെരേരൊക്കെ ഓക്കെ ആണെങ്കിൽ എൻ്റെ പപ്പയ്ക്ക് കൊടുക്കുക, എൻ്റെ അങ്കിളിന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ആങ്കിളും പപ്പയും കൂടി പറഞ്ഞ തെറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചെവി അടിച്ചു പോകുന്ന രീതി പറയില്ലേ, ആ രീതിയിലുള്ള തെറികൾ ഞാൻ കേട്ടിട്ടുണ്ട്. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് തന്നെ പലർക്കും ഒരു എൻ്റെ അവിടെ ഒരു പെൺകുട്ടി നിൽക്കുന്ന കാണുമ്പോൾ പലർക്കും പല രീതിയിലും ആൾക്കാർ വിലയിരുത്തും. പക്ഷെ ഇത് പെൺകുട്ടിയുടെ സമ്മതത്തോടെ നമ്മളോട് വന്നൊരു വാർത്തയാണ്. അത് നമ്മളപ്പോൾ തന്നെ തിരുത്തി പറയുകയും ചെയ്തു. അപ്പോൾ ഒരു കാലത്ത് അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് സംഭവിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ വലിയൊരു സ്വപ്നം കാണുന്നില്ല. അത് നടക്കുമ്പോൾ നടക്കട്ടെ എന്നേ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഞാനാണെങ്കിലും ഇപ്പൊ സന്തോഷ് വർക്കിയുടെ കാര്യത്തിലാണെങ്കിലും പുള്ളിക്കാണെങ്കിൽ എന്നേക്കാളും പ്രായം കൂടുതലാണ്. എന്നിട്ട് പോലും എല്ലാ ഓൺലൈൻ മീഡിയക്കാരും എന്ത് ഇന്റർവ്യൂ ഉണ്ടെങ്കിലും ഒരു ടോപ്പിക്ക് ഇവിടെ മാരേജ് അല്ലെന്ന്, ഈ മാരേജ് ടോപ്പിക്ക് സന്തോഷ് വർക്കി എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തത്? കേരളത്തിലുള്ള 3.5 കോടി ജനങ്ങളിൽ ഇത്ര കോടി പെണ്ണുങ്ങൾ, ഇത്ര കോടി ആണുങ്ങളുണ്ട്. അപ്പൊ അത്രയും പേർക്ക് ഒരു എറണാകുളത്ത് കഴിഞ്ഞാൽ ഇപ്പോ 3000 പേരുണ്ടെന്ന് നോക്ക്. 3000 പേരിൽ 1000 പേരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഏകദേശം ഞാൻ പറഞ്ഞ കണക്ക് എനിക്കറിയാലോ. അപ്പൊ ബാക്കി 2000 പേരുകൾ കേട്ടിട്ടില്ല. ആ രീതിയിൽ ഇപ്പൊ എനിക്ക് മാത്രമല്ല, എനിക്ക് സന്തോഷ് വർക്കിക്ക് മാത്രമല്ല ഈ ഒരു നമ്മൾ ആലോചിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ നമ്മളിത് ഈ 24 നമ്മളിതിന്റെ പുറകെ പോയിട്ടില്ല.
നമ്മൾ ബേസിക്കലി ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ പേഴ്സണലി ബ്രോക്കറിനെ കണ്ട് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ട് ഒരു ചായ കുടിച്ചിട്ടുള്ള ഒരു പ്രവണത വന്നിട്ടില്ല, ഫസ്റ്റ് ടൈം പോലും വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രവണത വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ സംഭവിക്കാം. എത്ര പേര് തടയാൻ നോക്കിയാലും അത് 30 വയസ്സിനുള്ളിൽ അത് സംഭവിച്ചിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് എന്താ കാര്യം? പല ഇന്റർവ്യൂകളിലും മറ്റുള്ളവരുടെ സ്വപ്നത്തിൽ നമ്മളത് ഒരു ഭാഗമാക്കുന്നു. ആ ഒരു മറ്റുള്ളവർ നമുക്ക് അത് എന്താ ജീവിതത്തിൽ ലക്ഷ്യമല്ലാത്തൊരു പ്രോസസ്സ് നമ്മളെ അടിച്ചേർപ്പിക്കും എന്ന് പറയാറില്ലേ? അതാണ് ഒരു കല്യാണം. മനസ്സിലായ? മെയിൻ ലക്ഷ്യം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഫിനാൻഷ്യൽ ബാലൻസ് ഉണ്ടാക്കുക. 10 ലക്ഷം രൂപയെങ്കിലും അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് കല്യാണം കഴിക്കുക. ആ രീതിയിലാണ്. സാധിക്കട്ടെ. ഭാവിയിൽ നല്ലൊരു കല്യാണം ഉണ്ടാവട്ടെ. അലൻ ജോസ് മികച്ച ഒരു നടനായി മാറട്ടെ. നാഷണൽ അവാർഡ് വരെ കിട്ടാൻ ഓസ്കാർ നമുക്കൊരു ശരി അവാർഡെങ്കിലും കിട്ടണം. അത്രയും വലിയ ആഗ്രഹിക്കണം. നമ്മൾ ആഗ്രഹങ്ങൾക്ക് പരിധിയില്ലല്ലോ. ഓസ്കാർ എടുത്ത് ആഗ്രഹിച്ചാലെന്താ? ആഗ്രഹിച്ചാലേ നമുക്ക് എന്തൊരു നേടാൻ സാധിക്കുള്ളൂ. ആഗ്രഹങ്ങളാണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഇന്ധനം എന്ന് പറയുന്നത്. ആഗ്രഹങ്ങൾ ആണല്ലോ. ഇപ്പൊ ധർബജൻ ബോൾഗട്ടി വരെ ഒരു ഇന്റർവ്യൂലല്ല നേരിട്ട് കണ്ടപ്പോ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ധർബജൻ ബോൾഗട്ടി രമേശന്റെ കൂട്ടുകാരൻ, രമേശ് പിഷാരിസുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ, നീ ഇപ്പോ സിനിമയില് 10 പടത്തിൽ നീ നായകനായിട്ട് അഭിനയിച്ചില്ലെങ്കിലും നീ ഇപ്പൊ സ്റ്റാറാ. അപ്പൊ നീ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. സിനിമാ നടന്മാർക്ക് താൻ വെല്ലുവിളിയാണ്. JSK ഇറങ്ങിയ സമയത്ത് ഞാൻ തന്നെ ഒരു വീഡിയോ ഇട്ടു. സുരേഷ് ഗോപി തോറ്റു, അലൻ ജോസ് ജയിച്ചു. തന്റെ വാർത്തയാണ് കൂടുതൽ വന്നത്. JSKന്റെ പ്രൊമോഷനേക്കാളും കൂടുതൽ അലൻ ജോസിന് കല്യാണമായിരുന്നു വാർത്ത. അന്ന് താനൊരു വാർത്താ വിഷയമായിരുന്നു. അന്ന് മാത്രമല്ല, താൻ ഇടയ്ക്ക് ഒരു വാർത്ത വിഷയമാകുന്നുണ്ട്. അത് നല്ല വാർത്തയാണെങ്കിലും മോശം വാർത്തയാണെങ്കിലും അതിനൊരു നമുക്കൊരു എന്താ പറയാ, അതിനെ ഒരു വാർത്താ വിഷയമാകുമ്പോൾ നമുക്ക് ഞാൻ കുറച്ചുകൂടി ഇൻഡിവിജ്വലിന്റെ ആയിട്ട് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ആയിട്ട് പെരുമാറണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത്രയും നാള് തിയേറ്ററിലൊക്കെ ഡാൻസ് കളിച്ചു, ആ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇന്റർവ്യൂവിൽ പോലും കോമഡി പറയുന്നു. അപ്പൊ ആ രീതിയിൽ നിന്നും കുറച്ചുകൂടിയൊക്കെ ഡിഫറെന്റ് ആയിട്ട് ഇപ്പൊ 10-15 ഇന്റർവ്യൂ ഇപ്പൊ കഴിഞ്ഞെന്ന് തോന്നുന്നു ഇപ്പൊ ഈ വിഷയത്തിൽ തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. കാരണം ഇത്രയും ലൈറ്റ് ടൈപ്പിങ്ങും സെറ്റപ്പിങ്ങൊക്കെ ഇത്രയും നാൾ ഇന്റർവ്യൂ എന്നിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അത്രയും ഈ വിഷയം അതപ്പോ ഭയങ്കരമായിട്ട് വാല്യൂ കൊടുക്കുന്നുണ്ട്. പല വലിയൊരു നടിയാവുക. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ആക്ടിങ് ചെയ്യുന്നുണ്ട്. എന്റെ കഴിവതും ഞാൻ ശ്രമിക്കുന്നുണ്ട്. അലൻ ജോസിനെ പറ്റി പറഞ്ഞു അത്രയൊക്കെ ഉള്ളു. അല്ലാതെ എന്തെങ്കിലുമൊക്കെ പറയും. ഇല്ല, അലൻ ജോസ് നല്ലൊരു വ്യക്തിയാണ്. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇത്രയും നാളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോ പണ്ടത്തെ ഞാൻ പേര് പറയുന്നില്ല, ആ ഒരു വ്യക്തിക്ക് ശേഷം ഒരുപാട് പേര് വീഡിയോ അങ്ങനെ കൂടുതലും ഇന്റർവ്യൂ കൊടുത്തിട്ട് കണ്ടിട്ടില്ല അല്ലേ എന്റെ കൂടെ ഇരുന്നിട്ട്. അപ്പൊ അങ്ങനെ ഒരു അതല്ല, അന്നത്തെ വ്യക്തി വന്ന ശേഷം വേറെ പല പെൺകുട്ടികളും ഞാൻ റീൽ ചെയ്തു റീൽ ചെയ്തിട്ടില്ലേ? അവർക്കൊന്നും ലഭിക്കാത്തൊരു ഇന്റർവ്യൂ താങ്കൾക്ക് വന്നു. അന്ന് ചെയ്ത അത്ര വലിയ വാർത്തയൊന്നും ആയിട്ടില്ല. പക്ഷെ ഇന്ന് വലിയ വാർത്തയാണ്. അത് ശ്രീലക്ഷ്മി കിട്ടിയ അംഗീകാരമല്ലേ? അത് അംഗീകാരം കാണുന്നുണ്ടോ? പിന്നെ കാണുന്നുണ്ട്. വീഡിയോ ചെയ്യുന്നുള്ളൊരു വലിയൊരു സംഭവമായിട്ട് കാണുന്നുണ്ടോ ശ്രീലക്ഷ്മി? അലൻ ജോസിനോട് വീഡിയോ ചെയ്തതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. സംഭവമാണെന്ന് സംഭവം വലിയ സംഭവം, വലിയ അംഗീകാരം കിട്ടിയ പോലെയൊക്കെ ഉണ്ടാകുന്നു. വലിയ അംഗീകാരം എന്താ? വീഡിയോ ചെയ്തു, അത് വൈറലായി, അതങ്ങനെ കാണുന്നു. ഞാൻ പുള്ളിക്കാരൻ ചോദിച്ചാൽ തന്നെ വാർത്തയിലൊക്കെ വന്നത് കൊണ്ട് അതിനെ എങ്ങനെ നോക്കിക്കാണെന്ന് അല്ലേ? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ് പറഞ്ഞത്. അതൊരു അംഗീകാരമായിട്ട് കാണുന്ന സന്തോഷം. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അലൻ ജോസിനെ കുറിച്ച് ഇംഗ്ലീഷിൽ 2 വാക്ക് പറയാമോ? ഇംഗ്ലീഷിൽ പറയാമോ? പുള്ളിക്കാരത്ത് പറയട്ടെ. അല്ല, ഞാൻ എപ്പോഴും പറയാറുള്ളത് നീ പറഞ്ഞു, ഞാൻ കേട്ടിട്ടില്ല. It is a content. It is a content. Just a reel. It's not a prank, but it is creating a content to public with Srilashmi. So that news was fake.
Yes, certainly that news was very fake. Reality, people are not very understand that not properly. Ring exchange not do, ornaments not wearing, so many ornaments like not a gold. That is എന്താ Alan Joss in English. കൊള്ളാം, ഓക്കെ. അല്ല, അല്ല, അവന്റെ ഉള്ള ഇത് വെച്ചിട്ട് എനിക്ക് fluency ഇല്ല ഇംഗ്ലീഷിൽ. എനിക്ക് അത്ര fluency എനിക്കും ഇല്ല. അവൻ അറിയാവുന്ന രീതി അവൻ പറയാൻ കാണിക്കുന്ന മനസ്സ്. fluency തനിക്ക് ഇടയ്ക്ക് മിസ്സാകുന്നുണ്ടെങ്കിൽ തനിക്ക് പറയാനുള്ള ഒരു അതെ അതെ ആത്മവിശ്വാസമുണ്ട്. ഈ കളിയാക്കുന്നവന്മാരോട് രണ്ടിലേയും പറയാൻ അതെ, അവന് അറിയാവുന്ന രീതിയിൽ അവൻ പറയുന്നുണ്ട്. പറയത്തുള്ളൂ. നമ്മള് എന്താ പറയാ, ഒരുപാട് ലെജൻഡ്സിന്റെ ഇന്റർവ്യൂ കാണാറുണ്ടല്ലോ. ഇപ്പൊ ചിലർ ഓർക്കും ഞാൻ മറ്റേ ഡാൻ ശ്രീനിവാസന്റെ ഇന്റർവ്യൂ മാത്രമേ കാണാറുള്ളൂ ഓർക്കും. പക്ഷെ ഞാൻ രാജുവേട്ടന്റെ ഇന്റർവ്യൂ കാണാറുണ്ട് എന്നും പറഞ്ഞ് രാജുവേട്ടനെ നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാൻ പറ്റാറില്ല. പക്ഷെ ഇന്റർവ്യൂ കാണാറുണ്ട്, ഇന്റലക്ച്വൽ ആയിട്ടുള്ള നിഖില വിമലൻ, ഇപ്പം പൊളിറ്റിക്കൽ ആക്ടേഴ്സിന്റെ. അപ്പൊ അവരുടെ ഒരു ശൈലികൾ പിക്കപ്പ് ചെയ്യാൻ നോക്കും. അതുകൊണ്ടാണ് ചില ആടുജീവിതം പോലത്തെ സിനിമകളിലൊക്കെ നമ്മൾ ഇംഗ്ലീഷ് റിവ്യൂ ചെയ്ത് നോക്കിയത്. പിന്നെ എപ്പോഴും അത് റിവ്യൂവിൽ നമുക്കൊരു സ്പേസ് ഇല്ലല്ലോ, കാരണം ഒരുപാട് പേര് റിവ്യൂവിൽ തന്നെ താരങ്ങളായി മാറുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പ്രോഗ്രാംസ് പോകുന്നു. കല്യാണ പ്രോഗ്രാംസ് ആണെങ്കിലും ഇനാഗുറേഷൻ ആണെങ്കിലും 30 to 50K ഞാൻ വാങ്ങുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഫിനാൻഷ്യലി ഇപ്പോൾ വലിയൊരു കുഴപ്പമില്ല. പക്ഷെ വലിയൊരു എന്താ പറയുക, ഞാൻ ഈ ഫീൽഡുമായിട്ട് നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്നൊരു ഒരു ഫാമിലി ലൈഫ് പെട്ടെന്ന് സെറ്റിൽ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വരുമായിരിക്കും ഭാവിയിൽ. തീർച്ചയായും ഇത്രയും സമയം നമ്മുടെ കൂടെ നിന്ന കണ്ടന്റ് സൂപ്പർ സ്റ്റാർ അലൻ ജോസും അതേപോലെ തന്നെ നമ്മുടെ മോഡൽ ശ്രീലക്ഷ്മി, ഒരുപാട് നന്ദി. താങ്ക് യു. ഓക്കെ, താങ്ക് യു.